ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് ബാമയോട് രാഘവേട്ടൻ ചോദിക്കും, എന്താ ബാമേ? ബാമ പറയും, എനിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ വീട്ടിൽ നിന്നാണല്ലോ അയാളിപ്പോ ലോറി മുതലാളിയായത് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുമ്പോ രാഘവേട്ടൻ പറയും, ശ്രമിച്ചോ ഇനിയിപ്പൊ അതിന്റെ ഒരു കുറവ് വേണ്ട. അപ്പൊ ഇനിയും പലതും കാണേണ്ടിയിരിക്കുന്നു. എന്റെ കൃഷ്ണ, നീ തന്നെ ശരണം. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് പപ്പിയും സത്യയും സ്കൂളിലെത്തി. സത്യ പറയും, പപ്പിയോട് ടീച്ചർ വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക, ഇന്നലെ പറഞ്ഞ ആ പ്രൊജക്റ്റ് ആയിരിക്കും, എല്ലാം കൃത്യമായിട്ടാണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കിക്കോ. പപ്പി പറയും, അതൊക്കെ ഞാൻ ഇന്നലെ രാത്രി തന്നെ കംപ്ലീറ്റ് ആക്കിയതല്ലേ. അല്ലെങ്കിലും ആ ടോപ്പിക് എനിക്ക് ഇഷ്ടമാണ് സത്യയെ, അതുകൊണ്ട് അത് വലിയ പാടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോ വേറൊരു ആൺകുട്ടി പറയും, ടീച്ചർ ഭയങ്കര ദേഷ്യക്കാരിയാ, ചെയ്തോണ്ട് വരാൻ പറഞ്ഞാ ചെയ്തോണ്ട് വരണം. ഈ സമയം മറ്റു രമേശ് പറയും, എന്താ പപ്പി, നിന്റെ മുഖത്തെന്തോ പേടിയുണ്ടല്ലോ, പ്രോജക്ട് ചെയ്ത് കാണില്ലല്ലേ, എങ്കിലും ഇന്ന് ടീച്ചർ പപ്പിയെ ശരിയാക്കും. എന്റെ കാര്യം അറിയാലോ, ചെയ്ത് തീരുന്നത് വരെ പുറത്തു നിർത്തി നല്ല അടിയും കിട്ടി. സത്യക്കും അവളുടെ മുഖത്ത് പേടിയുണ്ടെന്ന് നിന്നോടാണ് പറഞ്ഞത്. രമേശ് പറയും, അതീ മുഖം കണ്ടാൽ അറിയാലോ. ചെയ്തിട്ടില്ല അല്ലേ? പപ്പി പറയും, ഒന്ന് പോടാ, ഇന്നലെ തന്നെ എല്ലാം ചെയ്ത് തീർത്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എന്നെ അങ്ങനെ തല്ലുകൊണ്ട് കണ്ട് നീ സുഖിക്കണ്ട, ചെയ്തല്ലേ എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും ടീച്ചർ വരും. അങ്ങനെ ടീച്ചർ വന്ന് എല്ലാരോടും അവിടെ ഇരിക്കാൻ പറയും. ശേഷം ഹോംവർക്ക് എടുക്കാൻ പറയും. പത്മിനിയോടല്ലേ പ്രൊജക്ട് തയ്യാറാക്കി കൊണ്ടുവരാൻ പറഞ്ഞത്, കൊണ്ടുവന്നോ? പപ്പി പറയും, കൊണ്ടുവന്നു. എങ്കിൽ അതെടുക്ക്, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി എല്ലാവരും ഹോംവർക്ക് കാണിക്കല്. ടീച്ചർ അവിടെ സീറ്റിൽ പോയിരിക്കും. പപ്പി ബാഗ് നോക്കുമ്പോ ആ പ്രൊജക്ട് കാണുന്നില്ല. എന്ത് പറ്റി പപ്പി, നീ കൊണ്ടുചെന്ന് കാണിക്കേ എന്ന് സത്യ പറയുമ്പോ പപ്പി ആകെ ടെൻഷനിലാ. രമേശ് ചോദിക്കും, എന്താ? നീ ചെയ്തതാണ്, ചെറുതാണെന്നൊക്കെയല്ലേ പറഞ്ഞത്. പപ്പി പറയും, അയ്യോ കാണുന്നില്ലല്ലോ, പ്രൊജക്ട് തയ്യാറാക്കിയത് ബാഗിന്റെ അകത്ത് കാണുന്നില്ലല്ലോ സത്യയെ. സത്യക്കും കാണുന്നില്ലേ? ബാഗിൽ ശരിക്കും നോക്ക്. ഞാൻ നോക്കി സത്യയെ, ഇന്നലെ എടുത്ത ബാഗിൽ വെക്കാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയത്, പക്ഷെ അമ്മ വെച്ചില്ല. അപ്പൊ സത്യ പറയും, നിക്ക് ഞാൻ നോക്കാം. സത്യം നോക്കും. അയ്യോ കുഴപ്പമായല്ലോ. പപ്പി പറയും, അതെ കുഴപ്പമായി. അപ്പോഴേക്കും ടീച്ചർ വയ്ക്കും, എവിടെ പത്മിനി, കാണിക്കി. ടീച്ചറെ അത് പിന്നെ ടീച്ചർ വയ്ക്കും, എന്താ ചെയ്തില്ലേ? പപ്പി എന്നിട്ട് പറയും, ചെയ്തു, പക്ഷേ വീട്ടിൽ നിന്ന് കൊണ്ടുവരാൻ മറന്നു. ടീച്ചർ പറയും, അതൊരു എക്സ്ക്യൂസ് അല്ലല്ലോ പത്മിനി, ചെയ്തു വെച്ചെങ്കില് അത് എടുക്കാൻ മറക്കുന്നത് എങ്ങനെയാ എന്ന് തിരിച്ചു വയ്ക്കുമ്പോ പപ്പിക്ക് മറുപടി പറയാനില്ല. ഇത് കേൾക്കുമ്പോ എല്ലാ കുട്ടികളും പപ്പിയെ നോക്കുക. ഇതിപ്പോ വന്ന് പത്മിനി ഭയങ്കര ഉഴപ്പായിട്ട് വരുവാണല്ലോ. ചെയ്യാൻ ഏൽപ്പിച്ച വർക്ക് ചെയ്യാതെ വന്നാലുള്ള ശിക്ഷ എന്താണെന്ന് അറിയാലോ. ചെയ്ത് തീരുന്നത് വരെ ക്ലാസ്സിന് വെളിയിൽ നിൽക്കണം. പക്ഷെ പത്മിനിയുടെ ഉഴപ്പ് ഒരല്പം കൂടുതലാ. വീട്ടില് ചെയ്തു വെച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പൊ നാളെ വരുമ്പോ ചെയ്തു വെച്ച വർക്കും കൂടെ ഗാർഡിയനെയും വിളിച്ചുകൊണ്ടേ ക്ലാസ്സിലേക്ക് വരാവൂ. പറഞ്ഞത് കേട്ടല്ലോ, അച്ഛനെ വിളിച്ചുകൊണ്ടേ ക്ലാസ്സിലേക്ക് വരാവൂ. ഇപ്പൊ പോയി പുറത്തു നിക്ക്. പുറത്തു നിക്കാനാ പറഞ്ഞത്. അത് കേൾക്കുമ്പോ പപ്പി സങ്കടത്തോടു കൂടി ആ ക്ലാസ് റൂമിന് പുറത്തു പോയി നിൽക്കണേ. ശേഷം ടീച്ചർ ഹോംവർക്ക് ഒക്കെ നോക്കാൻ തുടങ്ങും. ഈ സമയം പപ്പി തലേദിവസത്തെ കാര്യം ആലോചിക്കണേ. അങ്ങനെ കുട്ടികൾ രണ്ടുപേരും കൂടെ റൂമിലിരുന്ന് ഇങ്ങനെ വർക്കൊക്കെ ചെയ്യണേ. സത്യ ചോദിക്കുന്നുണ്ട്, പപ്പി ഹോംവർക്ക് ഒക്കെ ചെയ്തോ? പ്രൊജക്റ്റോ? നാളെ ടീച്ചർ വരാണ്ടിരുന്നാ കൊള്ളാം. ടീച്ചർ അങ്ങനെ ലീവ് ഒന്നും എടുക്കില്ല പപ്പി, വന്നാലും കുഴപ്പമൊന്നുമില്ല, ഞാനെല്ലാം എഴുതി വ്യക്തമായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോ അങ്ങോട്ട് ക്ഷമ വരികയാണേ. കുട്ടികളെ എങ്ങനെ നോക്കും, എന്തോ കള്ളത്തരണ്ട്. ഹോംവർക്ക് ഒക്കെ ചെയ്തു കഴിഞ്ഞോ? കഴിഞ്ഞു ആന്റി. എങ്കിലും മക്കൾ രണ്ടാളും ചെന്ന് ഫുഡ് കഴിക്കാൻ നോക്ക്. സത്യ പറയും, പപ്പിക്ക് നാളെ കാണിക്കാൻ ഒരു പ്രൊജക്ട് തയ്യാറാക്കാനുണ്ടായിരുന്നു, അതാ താമസിച്ചത്. ഷമറും എന്നപ്പോ ഫുഡ് കഴിച്ച്. ശാരദാമ്മ കുറെ നേരമായിട്ട് വിളിക്കല്ലേ, ചെല്ലേ ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കട്ടെ അമ്മേ. അപ്പൊ ഷമറും, ഇതൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം, ചെല്ലേ പോയി കഴിക്കേ എന്ന് പറഞ്ഞ് അവിടുന്ന് പറഞ്ഞയക്കണേ. പോവാൻ നേരം പപ്പിയെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് പപ്പി ഇങ്ങനെ നോക്കി കവിളിലൊക്കെ ഉമ്മ കൊടുക്കും. കെട്ടിപ്പിടിച്ചിട്ട്, സോറി മോളെ, ചെല്ലേ മോള് പോയി ഭക്ഷണം കഴിക്കേ, ചെല്ലേ എന്ന് പറഞ്ഞാണ് അവിടുന്ന് പറഞ്ഞയക്കുന്നത്. വാ സത്യേ എന്ന് പറഞ്ഞ് സത്യയെ കുട്ടി പപ്പി അവിടുന്ന് പോകുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ആ സംഭവങ്ങളൊക്കെ ഇപ്പൊ ആലോചിക്കണേ. അപ്പൊ ശ്യാമ തന്നെയാണ് ആ ബുക്ക് മാറ്റിയതെന്ന് ഇപ്പൊ പപ്പിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നീട് ഇപ്പോഴത്തെ സംഭവത്തില് പപ്പി ഇങ്ങനെ സത്യയെ നോക്കുമ്പോ സത്യയും നോക്കുന്നുണ്ട്. സത്യക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നീട് ടീച്ചർ അടുത്ത പ്രൊജക്ട് തയ്യാറാക്കി കൊണ്ടുവരാനായിട്ട് രമേശിന്റെ അടുത്ത് പറയണേ, എല്ലാം കൃത്യമായി ചെയ്തു കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇതാ അതുപോലെ പുറത്ത് നിൽക്കേണ്ടി വരും. രമേശ് പറയും, അപ്പൊ നാളത്തെ കാര്യത്തിന് തീരുമാനമായി. പിന്നെ ഇപ്പൊ പഠിപ്പിച്ചതെല്ലാം ഞാൻ നാളെ ചോദ്യമായിട്ട് ചോദിക്കും, പറഞ്ഞില്ലെങ്കിൽ പിന്നീട് എന്താ സംഭവിക്കാന്ന് അറിയാലോ. എന്റെ കയ്യില് ചൂരലായിരിക്കും അതിന് ഉത്തരം പറയാ. അപ്പൊ നാളെ അടി ഉറപ്പായി എന്ന് രമേശ് ഇങ്ങനെ പറയുമ്പോ ടീച്ചർ ചോദിക്കും, എന്താ രമേശ് എന്തെങ്കിലും പറഞ്ഞോ? നാളത്തെ ദിവസം നല്ല ദിവസമാണെന്ന് പറയായിരുന്നോ? അങ്ങനെ ടീച്ചർ അവിടെ പോയിരിക്കുമ്പോ രമേശ് സത്യയോട് പറയും, ടീച്ചർ അവസാനം പറഞ്ഞു എഴുതിച്ചത് കാണിച്ചു തരണേ. ഞാനത് എഴുതിയില്ല. സത്യ പറയും, എഴുതിയില്ലെങ്കിൽ എഴുതണ്ട. ടീച്ചർ പറയുമ്പോ ശ്രദ്ധിച്ചിരിക്കണം. ഇങ്ങനെ സംസാരിക്കുന്ന നിൽക്കുമ്പോ ടീച്ചർ എന്താ സത്യഭാമേ, പത്മിനിക്കൊപ്പം പോയി പുറത്ത് നിക്കണമെന്നുണ്ടോ? സത്യ പറയും, വേണ്ട ടീച്ചർ. ശേഷം രമേശിനോടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ടീച്ചർ പുറത്തേക്ക് ഇറങ്ങണേ. അപ്പോഴേക്ക് ബെല്ലടിച്ചു കഴിഞ്ഞു. അങ്ങനെ പോകാൻ നേരം പപ്പി ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തും, നാളെ ചെയ്തു വെച്ചിരിക്കുന്ന ആ പ്രൊജക്റ്റും കൂടെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് വരണം, പറഞ്ഞില്ലെന്ന് വേണ്ട.
എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ അവിടുന്ന് പോകും. അങ്ങനെ ടീച്ചർ പോയി കഴിയുമ്പോഴായിരിക്കും സത്യ ബാഗ് തുറക്കുന്നത്. അപ്പൊ ഉണ്ടാകും പപ്പിയുടെ നോട്ട്ബുക്ക്. അയ്യോ, പപ്പിയുടെ പ്രൊജക്ട് ചെയ്ത നോട്ട്ബുക്ക് അല്ലേ ഇത്? ഇന്നലെ ശ്യാമേന്റെ പപ്പിയുടെ ബാഗിൽ വെക്കുന്നതിന് പകരം എന്റെ ബാഗിലാണല്ലോ വെച്ചത്. ഇനിയിപ്പോ ഇതുകൊണ്ട് ടീച്ചറുടെ മുന്നിലേക്ക് ചെല്ലാനും പറ്റില്ലല്ലോ. ചെന്നാ ഇത് ഒളിപ്പിച്ചു വെച്ചെന്ന് പറഞ്ഞ് എന്റെ അമ്മയും വിളിച്ചോണ്ട് വരേണ്ടി വരും. ഈശ്വര, ഇത് ഭയങ്കര ചതിയായി പോയല്ലോ. അങ്ങനെ ശ്യാമ ആ ബുക്കെല്ലാം അവിടുന്ന് എടുത്തു വെക്കുന്നതുണ്ട്. ആ എടുത്തു വെക്കുമ്പോ ബുക്ക് സംഭവം ശരിക്കും മാറിപ്പോകുന്നതാ. സത്യ ഇപ്പൊ ഇങ്ങനെ ആലോചിക്കും. അത് ശേഷം പുറത്തിറങ്ങി കഴിഞ്ഞാല് സത്യ പറയും, എന്റെ പപ്പി ശ്യാമാന്റെ ഒരാള് കാരണം ഇന്ന് മൊത്തം പപ്പി പുറത്ത് നിൽക്കേണ്ടി വന്നത്. പപ്പി പറയും, അത് മാത്രമോ, അച്ഛനെയും വിളിച്ചോണ്ട് വരണ്ടേ? സത്യ പറയും, ഇല്ലെങ്കിൽ നാളെയും ക്ലാസ്സിൽ കേട്ടില്ല. പപ്പി പറയും, ഇന്നലെ രാത്രി നമുക്ക് തന്നെ അതൊക്കെ എടുത്ത് ബാഗിൽ വെച്ചാൽ മതിയായിരുന്നു. അമ്മയെ കൊണ്ട് വെപ്പിക്കാൻ പോയതുകൊണ്ടാ ഈ കുഴപ്പമെല്ലാം ഉണ്ടായത്. ആ രമേശ് ആണെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടാനായി കാത്തിരിക്കുക. സത്യ പറയും, അവനെ മിക്കവാറും നാളെ പണി കിട്ടും. അവന് മുഴുവനാക്കാൻ പറ്റാതെ അവനെ നാളെ അവൻ വരേണ്ടത്. ഈ സമയത്ത് പപ്പി പറയണേ, അച്ഛനെ വിളിക്കുന്നതാണെങ്കിൽ അതിനും കഷ്ടം. സത്യ പറയും, അതിനൊക്കെ ഒരു വഴി കാണാം. പപ്പി ഇപ്പൊ സമാധാനായിട്ടിരിക്കേ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്യാമ ഇങ്ങനെ എന്തോ ആലോചനയില് അവിടെ ഉമ്മർത്തിരിക്കണേ. ശാരദാമ്മ ഇങ്ങനെ അകത്ത് എന്തൊക്കെയോ പണിയൊക്കെ കഴിഞ്ഞ് ഹോളിലേക്ക് വരുമ്പോ ഉണ്ടാവും കുട്ടികളുടെ ലഞ്ച് ബോക്സ്. ഈശ്വര, ഇത് മക്കളുടെ അല്ലേ? ശ്യാമ രാവിലെ ലഞ്ച് ബോക്സ് എടുക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. അപ്പൊ അവളിത് ബാഗിൽ വെച്ചില്ലേ? ഈശ്വര, ഈ പെണ്ണിന്റെ ഒരു കാര്യം, ഇവളിത് എന്തോർത്ത് നടക്കുന്നത്? ശ്യാമേ. ശേഷം ശ്യാമയുടെ അടുത്തേക്ക് ചെല്ലും. ആ ചോറിന്റെ പാത്രം ബാക്കോട്ട് പിടിച്ചിട്ട്, എടി, നീ കുട്ടികളുടെ ബാഗിലെ ചോറ്റുപാത്രം വെച്ചില്ലേ? ശ്യാമ വെച്ചായിരുന്നല്ലോ. ശാരദാമ്മയ്ക്കും ഉറപ്പാണോ? ആ, ഞാനല്ലേ ചോറെടുത്തത്, അപ്പൊ ഞാൻ തന്നെ അല്ലേ വെച്ചത്. ശാരദാമ്മയ്ക്ക്, അപ്പൊ ഇതേത് പാത്ര? രണ്ടുപേരുടെ ഇതാ ഇവിടെ തന്നെ ഉണ്ട്. ശ്യാമ പേടിച്ചു പോവും. അയ്യോ, ഞാനിത് അവരുടെ ബാഗിൽ വെച്ചതാണല്ലോ. ശാരദാമ്മ പറയും, ശ്യാമേ, ഇനിയും നീ അതും ഇതും പറഞ്ഞേ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ. പിള്ളേർ ഇനി ഉച്ചയ്ക്ക് എന്ത് കഴിക്കും? നീ ഇത് ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നത്? ഒന്നില്ലെങ്കിൽ നീ നിനക്ക് വേണ്ടി ജീവിക്കണം, അല്ലെങ്കിൽ നീ നിന്നെ ആശ്രയിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കണം. അപ്പോഴേക്കും എന്താ ശാരദാമ്മ സംഭവം എന്ന് ചോദിച്ച് ശാന്തേച്ചി അങ്ങോട്ട് വരുമ്പോ ശാരദാമ്മ കാര്യം പറയാ. കണ്ടില്ലേ ശാന്ത, കുട്ടികൾക്ക് എടുത്തു വെച്ച ചോറ അത് ഇവിടെ വെച്ചിട്ട് കുട്ടികളെ പറഞ്ഞയച്ചിരിക്കുന്നു. ശ്യാമ ഇങ്ങനെ കരയും. ശാരദാമ്മ പറയും, ഞാനിതിപ്പോ എപ്പ കൊണ്ടെത്താനാണ്? കടയിലാണെങ്കിൽ ഇപ്പൊ ഊണ് കഴിക്കാനുള്ള സമയാ, അതുകൊണ്ട് തന്നെ നല്ല തിരക്കും. നിന്നെ കൊണ്ടല്ല ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഒന്നും സഹായിക്കാതുമില്ല. എന്നും സങ്കടവും ദുഃഖവും കാണിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നാ മതി. ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ എനിക്കും ഉണ്ടായതാ. അന്നൊന്നും ഞാൻ ഇവരുടെ കാര്യത്തിലൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല. എത്ര സങ്കടം ഉണ്ടെങ്കിലും അടക്കി പിരിച്ച് നടക്കും. എന്നിട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് കുട്ടികളെ ഉറക്കിയതിനു ശേഷം ഒറ്റയ്ക്കിരുന്ന് കരയും. നമ്മുടെ സങ്കടം നമ്മൾ മാത്രം അറിഞ്ഞാൽ പോരെ? എന്തിനാ മറ്റുള്ളവരെയൊക്കെ കാണിച്ച് അറിയിച്ച് അവരുടെ സ്വസ്ഥത കൂടെ എന്തിനാ കളയുന്നത്? ഇവൾ അങ്ങനെയാണോ? എന്തെങ്കിലും ഒരു കഷ്ടപ്പാട് ഇവൾ അറിഞ്ഞിട്ടുണ്ടോ ശാന്തേ? എന്റെ ശാരിയും ശാലിനിയും ചെറുപ്പത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടൊന്നും ഇവൾ അനുഭവിച്ചിട്ടില്ല. ഏഴാം മകളായതുകൊണ്ട് കുറച്ച് ലാളിച്ചു. അതിന്റെ അനുഭവമാണ് ഞാനിപ്പോ ഈ കിടന്ന് അനുഭവിക്കുന്നത്. അപ്പോഴും ശ്യാമ ഇങ്ങനെ കരയുമ്പോ ശാരദാമ്മ പറയും, നിക്കുന്ന നിപ്പ് കണ്ടില്ലേ, ഒരു കുസലുമില്ലാതെ. അപ്പോഴേക്കും ശ്യാമ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവും. ശാരദാമ്മ പറയും, ശാന്തേ, ഞാൻ ഈ ഭക്ഷണം പിള്ളേർക്ക് കൊടുത്തിട്ട് വരാം. പാവം പിള്ളേരെ ഭക്ഷണം കാണാതെ വിഷമിച്ചിരിക്കും എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോ ഒരു ഓട്ടോറിക്ഷ വരും. നോക്കുമ്പോ പൊന്നിയാ. പൊന്നി, ഇതെന്താ പതിവില്ലാതെ? പൊന്നി പറയും, എല്ലാവരും ഒന്ന് കാണാന്ന് കരുതി വന്നതാ. ശ്യാമ അകത്തുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് സ്കൂൾ വരെ ഒന്ന് പോണം. അവർക്ക് ഉച്ചയ്ക്കുള്ള ചോറ് ബാഗിൽ വെക്കാൻ മറന്നു. ഞാനെന്നാ ആ ഓട്ടോയിൽ പോയിട്ട് വരാം. ശാന്ത അകത്തേക്ക് ചെല്ലേ. ശ്യാമ അവിടെ ഉണ്ട്. അങ്ങനെ ശാരദാമ്മ അതും കൊണ്ട് പോവാണേ. പൊന്നിക്കും, ഇതെന്താ ഇപ്പോ ചോറുമായിട്ട് പോകുന്നത്? സമയം ഒരുപാട് വൈകിയല്ലോ. അപ്പൊ കാര്യം സംഭവിച്ചത് എന്താണെന്ന് ശാന്തേച്ചി പൊന്നിയോട് പറയും. ശ്യാമയുടെ ശ്രദ്ധക്കുറവാണ് പൊന്നി ചേച്ചി ഇതിനെല്ലാം കാരണം. പറഞ്ഞിട്ടെന്താ, എല്ലാം ശാരദാമ്മ തന്നെ നോക്കണ്ടേ? പൊന്നിക്കും, ശ്യാമക്കുഞ്ഞെന്താ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അവിടെ നിൽക്കുമ്പോ. പപ്പിമോളുടെ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ടാ നോക്കിയിരുന്നത്. ഞാനൊന്നും അറിയേ വേണ്ട. ശാന്തേച്ചി പറയും, ഞാനെന്ത് ചെയ്യാൻ? മുറി അടച്ചിരുന്ന് എപ്പോഴും കരച്ചില്ല. പുറത്തേക്ക് ഇറങ്ങിയവരെ മറ്റുള്ളവരോടൊന്ന് സഹകരിക്കുകയോ ഇപ്പൊ ഒന്നും ശ്യാമക്കുഞ്ഞ് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെയാ ഉള്ളിലുള്ള സങ്കടമൊക്കെ മാറുന്നത്? ഒറ്റയ്ക്കിരുന്ന് ചിന്തിച്ചു കൂടിയാൽ സങ്കടം കൂടത്തല്ലേ ഉള്ളൂ. പൊന്നി പറയും, ഞാനെന്തായാലും ഒന്ന് സംസാരിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് ശ്യാമയുടെ അടുത്തേക്ക്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സ്കൂളിലെ കുട്ടികൾ ഇങ്ങനെ കളിക്കുകയാണേ. പപ്പി ഓടി വന്നേ സത്യയോട് ചോദിക്കും, സത്യ, ബാഗിൽ ചോറുണ്ടായിരുന്നോ? സത്യ പറയും, ഇല്ല. പപ്പിയുടെ ബാഗിലുണ്ടായിരുന്നോ? പപ്പി പറയും, ഇല്ല സത്യേ, ശ്യാമേന്റെ അത് മറന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? വിശപ്പ് സഹിച്ചിരിക്ക, അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അശ്ശോ, വല്ലാത്ത കഷ്ടമായി പോയല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് നിൽക്കുക കുട്ടികള്. ഇതേ സമയം ശ്യാമ ഇങ്ങനെ അടുക്കള ഭാഗത്ത് പോയിരുന്നിട്ട് വിചാരിക്കും, എനിക്ക് എന്താ പറ്റിയത് ഈശ്വര? ഞാൻ തന്നെയാണല്ലോ ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കുട്ടികളുടെ ചോറുപാത്രം പോലും ബാഗിൽ വെക്കാൻ മറന്നുപോയി എന്ന് പറയുമ്പോ തീർച്ചയായും എനിക്ക് എന്തോ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഓരോരോ ദിവസം കഴിയുന്തോറും എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? എല്ലാവർക്കും മുമ്പിൽ ഞാനിപ്പോ ഒരു പരിഹാസപാത്രമായിട്ട് മാറുവാണോ? അറിയില്ല. എനിക്കിപ്പോ എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ ദൈവമേ. അപ്പോഴായിരിക്കും പൊന്നി അങ്ങോട്ട് വരുന്നത്. ശ്യാമക്കുഞ്ഞെ, പൊന്നി ചേച്ചി എന്ന് വിളിച്ച് ശ്യാമ എഴുന്നേറ്റ് പൊന്നിയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയും. എന്താ കുഞ്ഞെ? ശ്യാമ കരഞ്ഞിട്ട് പറയും, എനിക്കറിയില്ല പൊന്നി ചേച്ചി, എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായി. പൊന്നി അറിയും, കുട്ടികളുടെ ഭക്ഷണക്കാരെയൊക്കെ കുഞ്ഞു മറക്കാത്തതാണല്ലോ. എല്ലാം കൃത്യമായി എടുത്തു വെച്ച് ഒന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് ഒന്നുകൂടെ ബാഗ് ചെക്ക് ചെയ്യുന്നതുമാണ്. എന്നിട്ട് മാത്രമേ മോളെ പറഞ്ഞു വിടാറുള്ളൂ. ഇതിപ്പോ
അങ്ങനെയുള്ള ഈ കുഞ്ഞിനിപ്പോ എന്ത് പറ്റി? ശ്യാം പറയും, പൊന്നു ചേച്ചി, കുട്ടികൾക്ക് രണ്ടുപേർക്കും ചോറ് ഞാനാ എടുത്തത്, പക്ഷേ ഞാനത് ബാഗിലേക്ക് എടുത്തു വെച്ചില്ല. അതിനു മുമ്പ് എന്റെ ഓർമ്മ എവിടെയോ പോയി എന്ന് പറഞ്ഞ് കരയുമ്പോ പൊന്നി പറയും, കുട്ടികള് ഇത്രയും സമയം വിശന്നിരിക്കണ്ടേന്ന് ഓർത്തായിരിക്കും ശാരദാമ്മ വഴക്ക് പറഞ്ഞത്. അത് കാര്യാക്കണ്ട, അമ്മമാരല്ലേ, വഴക്കൊക്കെ ഉണ്ടാകും, അതങ്ങനെ മാറിക്കോളും. അല്ല ശ്യാമയ്ക്കും പൊന്നു ചേച്ചിന്റെ ഈ വഴിക്ക്? പൊന്നി പറയും, സത്യമ്മ ചെറിയൊരു കച്ചവടമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കടകളിലേക്കുള്ള പലഹാരങ്ങളൊക്കെ ഓരോ പാക്കറ്റാക്കി വിൽപ്പനയ്ക്കായി കൊണ്ടുപോകും. കടകളിൽ നിന്നൊക്കെ ഓർഡർ എടുക്കേണ്ടത്. ഇവിടെ 1-2 കടകളുണ്ട്, അവിടെ ചോദിക്കാനായി ഇറങ്ങിയതാ. ഓർഡർ കിട്ടിയാലേ ഇന്ന് കൊടുക്കുന്നതിനോടൊപ്പം കൊടുക്കാല്ലോ. ഇവിടത്തെ ഓർത്തത് നിങ്ങളുടെ വീട് ഇവിടെ അടുത്താണല്ലോ, അപ്പൊ പിന്നെ കണ്ടിട്ട് പോകാന്ന് കരുതി ശ്യാമക്കുഞ്ഞ് അങ്ങോട്ടൊന്ന് ഇറങ്ങേ. അപ്പൊ പിന്നെ എല്ലാരും ഒന്ന് കണ്ടിട്ട് പോരാലോ. ശ്യാമറും എന്നെ കണ്ടാ സത്യമ്മ ബഹളം വെക്കും. മനസ്സാകെ ചത്തിരിക്കാ പൊന്നു ചേച്ചി, ജീവിക്കാൻ തന്നെ ആഗ്രഹമില്ല, മരിക്കാൻ നോക്കിയിട്ട് അതിനാണെങ്കിലുള്ള ധൈര്യമില്ല. പലപ്പോഴും ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഞാനിത് ആർക്ക് വേണ്ടിയിട്ടായി ജീവിക്കുന്നതെന്ന്. പൊന്നു പറയും, രോഹിത് സാറായിട്ടുള്ള പ്രശ്നങ്ങള് പറഞ്ഞു തീർക്കാണ്ടിരുന്ന വെറുതെ ഇതിനിങ്ങനെ വഴക്ക് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ശ്യാമറയും, ഞങ്ങളുടെ വഴക്ക് അങ്ങനെയൊന്നും തീരില്ല പൊന്നു ചേച്ചി, ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കാറേ ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ ബാധിച്ചിരിക്കുന്നതെല്ലാം വലിയ വലിയ കാര്യങ്ങളാ. അത് പക്ഷേ ഒത്തുതീർപ്പ് ചർച്ചയിലൊന്നും പരിഹരിക്കാൻ പറ്റുന്നതുമല്ല. പൊന്നു പറയും, വഴക്കും ബഹളവും ഒന്നും ഇല്ലാതെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകാൻ നോക്കണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. അതെ, എനിക്ക് പോവാൻ സമയമായി. പറഞ്ഞ സമയത്തിനുള്ളിൽ കണ്ടില്ലെങ്കിൽ പിന്നെ അത് മതി വഴക്കിന്. എല്ലാം ശരിയാകും, ശരിയാകാതെ എവിടെ പോവാനാ? അപ്പൊ ശ്യാമ പൊന്നിയെ പിടിച്ച് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയുന്നത് കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പോ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ അവരൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്